ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണം പുറത്തുവന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുണ്ടായ ഈ കടന്നുകയറ്റത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി ശക്തമായി അപലപിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക സമാധാനപരമായ ഇറാന്റെ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് UN ചാർട്ടർ, അന്താരാഷ്ട്ര നിയമം, ആണവ നിർവ്യാപന ഉടമ്പടി എന്നിവയുടെ ഗുരുതരമായ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് അറാഖ്ചി ഊന്നി പറഞ്ഞു. ഈ ആക്രമണത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതിരോധത്തിന് എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വർഷങ്ങളായി പശ്ചിമേഷ്യയിലും ലോകത്തും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പാശ്ചാത്യ ശക്തികൾക്ക്, പ്രത്യേകിച്ചും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ വിഷയത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളും ആശങ്കകളുമാണ് പലപ്പോഴും ഉപരോധങ്ങളിലേക്കും ഒടുവിൽ സൈനിക നടപടികളിലേക്കും നയിച്ചത്. 2015 US-ഉം മറ്റ് ലോകശക്തികളും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച JCPOA അഥവാ ഇറാൻ ആണവ കരാർ ഈ പ്രശ്നത്തിനൊരു നയതന്ത്രപരമായ പരിഹാരം കാണാനുള്ള ശ്രമമായിരുന്നു. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പകരം രാജ്യത്തിനെതിരായ ഉപരോധങ്ങൾ നീക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2018 ഈ കരാറിൽ നിന്നും US ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുകയും ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ജോ ബൈഡൻ അധികാരമേറ്റ ശേഷം ഇറാൻ ആണവ കരാറിലേക്ക് തിരികെ വരാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും ഒരു പരിഹാരത്തിലെത്താൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയും US നേരിട്ട് ഇറാനെ ആക്രമിക്കുകയും ചെയ്തത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി ഉന്നയിച്ച പ്രധാന വാദങ്ങളിലൊന്ന് US ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഉടമ്പടികളുടെയും ഗുരുതരമായ ലംഘനമാണ് എന്നതാണ്. അദ്ദേഹം പ്രധാനമായും 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുമുണ്ട്. UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2.4 പ്രകാരം അംഗരാജ്യങ്ങൾ പരസ്പരം പ്രാദേശിക അഖണ്ഡതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ ശക്തി ഉപയോഗിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഇറാനെതിരെ US നടത്തിയ സൈനിക നടപടി ഈ തത്വത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ഇതിൽ ഉൾപ്പെടും. സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ഒരു രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആണവ കേന്ദ്രങ്ങൾ സാധാരണയായി അതീവ സുരക്ഷാ മേഖലകളിലായി കണക്കാക്കപ്പെടുന്നവയാണ്. അവയുടെ നേരെയുള്ള ആക്രമണം വലിയ പാരിസ്ഥിതിക, മാനുഷിക ദുരന്തങ്ങൾക്കും വഴിയൊരുക്കും. കൂടാതെ NPT എന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഇറാൻ NPTയിൽ ഒപ്പുവെച്ച രാജ്യമാണ്. അവരുടെ ആണവ പദ്ധതികൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. NPTയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി സമാധാനപരമായ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ഈ ഉടമ്പടിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും ഇറാൻ പറയുന്നുണ്ട്. ഇറാന്റെ ഈ പ്രതികരണം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ US നടപടിയെ ചോദ്യം ചെയ്യാനും നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ ആക്രമണത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൗരവത്തോടെ കാണണം. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് ഒരു യുദ്ധ മുന്നറിയിപ്പാണ്. ഇറാൻ വെറും ഒരു പ്രാദേശിക ശക്തിയല്ല, മറിച്ച് ഗൾഫ് മേഖലയിൽ വലിയ സ്വാധീനമുള്ള രാജ്യമാണ്. അവരുടെ പ്രതിരോധശേഷി വളരെ വലുതാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മുന്നറിയിപ്പുകൾ എങ്ങനെയായിരിക്കും പ്രാവർത്തികമാകാൻ പോകുന്നത് എന്ന് ലോകം ഉറ്റുനോക്കുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളെയോ അമേരിക്കയുടെ താൽപ്പര്യങ്ങളെയോ ലക്ഷ്യമിട്ട് ഇറാൻ നേരിട്ടുള്ള സൈനിക തിരിച്ചടി നടത്തിയേക്കാം. ഇത് ഗൾഫ് മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടും. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇസ്രയേലിനും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. മേഖലയിലെ സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കും. കൂടാതെ അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ആണവ പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇത് മേഖലയിലെ ആണവായുധ മത്സരത്തിന് തിരികൊളുത്തും. ഇറാന്റെ സൈബർ സൈന്യം ശക്തമാണ്. അമേരിക്കൻ കമ്പ്യൂട്ടർ ശൃംഖലകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കഴിയും. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വിള്ളലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ആക്രമണം അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ചൈനയും റഷ്യയും US നടപടിയെ ശക്തമായി അപലപിച്ചിരിക്കെ ഒരു പുതിയ ആഗോള ധ്രുവീകരണം ഇതിലൂടെ സംഭവിക്കാം.
അമേരിക്കൻ ആക്രമണവും ഇറാന്റെ ശക്തമായ പ്രതികരണവും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വലിയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയർന്നു. ആഗോള ഓഹരി വിപണികളിൽ ആശങ്ക പ്രകടമാണ്. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ സാമ്പത്തികമായും മാനുഷികമായും വളരെ വലുതായിരിക്കും. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി നിർണായകം. UN സുരക്ഷാ സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. എന്നാൽ അമേരിക്കയുടെ വീറ്റോ അധികാരം ഉള്ളതുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ എളുപ്പമാകില്ല. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് സുരക്ഷാ സമിതിയിൽ ഒരു പുതിയ തർക്കത്തിന് വഴിയൊരുക്കും. അവസാനമായി സമാധാനപരമായ പരിഹാരങ്ങൾക്ക് വഴിയുണ്ടോ എന്ന് കണ്ടറിയണം. യുദ്ധമല്ല, ചർച്ചകളാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴി എന്ന് ലോക നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഇറാൻ നടത്തിയ ഈ ആദ്യ പ്രതികരണം അവർ ഈ ആക്രമണത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വരും മണിക്കൂറുകളും ദിവസങ്ങളും ലോകത്തെ സംബന്ധിച്ച് നിർണായകമായിരിക്കും.